പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സുവിശേഷത്തിൽ വചനം കേൾക്കുന്നതിന് മുൻപ് ഉള്ള അവസ്ഥയും വചനം കേട്ടതിന് ശേഷമുള്ള അവസ്ഥയും വിവരിക്കുകയാണ്. അതായത് ഈശോ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയും ഈശോ ഇടപെട്ടതിന് ശേഷമുള്ള അവസ്ഥയും. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ഈശോ ഇടപെടുന്നതിന് മുൻപ് നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഈശോ വളരെ പ്രത്യേകമായ രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ നോക്കുമ്പോൾ അതൊരു ശൂന്യതയായിരുന്നു, അതൊരു അസ്വസ്ഥതയായിരുന്നു, അതൊരു കുറവായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഈശോ നിന്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയുള്ളതാണ്? അത് സമൃദ്ധിയാണ്, അത് നിറവാണ്, അത് സ്നേഹമാണ്, അത് സാന്ത്വനമാണ്, അത് സമാധാനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക്, ശിഷ്യന്മാരൊന്നും ആക്കിയിട്ടില്ല, ഈശോ കടൽ തീരത്തേക്ക് കടന്നു വരുന്നു. കടൽ തീരത്ത് പത്രോസും അന്ത്രയോസും ഒക്കെ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. യോഹന്നാനും യാക്കോബും വലയുടെ കേടുപാടുകൾ പോക്കിക്കൊണ്ടിരിക്കുന്നു. അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുകയാണ്, കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈശോ അവരുടെ ജീവിതത്തിലിരുന്ന്, അതാണ് വഞ്ചിയിൽ കയറി എന്ന് പറഞ്ഞാൽ, അവരുടെ ജീവിതത്തിലേക്ക് ഈശോ കയറി. ഈശോ ക്ഷണിച്ചിട്ടൊന്നും വന്നതല്ല, സ്വന്തം താല്പര്യപ്രകാരം വന്നതാണ്. ഈശോ അവരുടെ വഞ്ചിയിലേക്ക്, ജീവിത വഞ്ചിയിലേക്ക് കയറി അവിടെ ഇരുന്നു. കയറിയപ്പോൾ കയറണ്ടെന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. കയറിയിട്ട് പറഞ്ഞു, കുറച്ച് വഞ്ചിയൊക്കെ ഇത്തിരി നീക്കിയിടാൻ പറഞ്ഞു, നീക്കിയൊക്കെ ഇട്ട് കൊടുത്തു. അവിടെ ഇരുന്ന് ഈശോ വചനം പ്രഘോഷിച്ചു. അങ്ങനെ ഇപ്പോൾ ആ വഞ്ചി വചനം നിറഞ്ഞ വഞ്ചിയായി മാറി. അവിടെയുള്ളവരുടെ ഹൃദയം വചനം നിറഞ്ഞ ഹൃദയമുള്ള മനുഷ്യരായിട്ട് മാറി. അവരുടെ കാതുകളിൽ ഈശോയുടെ വചനം, അവരുടെ ഹൃദയത്തിൽ ഈശോയുടെ സാന്നിധ്യം, അവരുടെ കണ്ണുകളിൽ ഈശോയുടെ രൂപം. അപ്പോൾ ഈശോ അവരോട് സംസാരിച്ചു. ഈശോയോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നലെ മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഞങ്ങളുടെ വഞ്ചിയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഈശോ വരുന്നതിന് മുമ്പ് അവരുടെ വഞ്ചി കാലിയാണ്, വലയിൽ കേവലം അഴുക്ക് മാത്രമുള്ളൂ. അപ്പോൾ മനസ്സ് ശൂന്യമാണ്. ഈശോ വന്നതിന് ശേഷം ഇപ്പോൾ വഞ്ചിയിൽ മീനില്ലെങ്കിലും വഞ്ചിയിൽ നിറയെ വലയുണ്ട്, വഞ്ചിയിൽ നിറയെ ഈശോയുണ്ട്, ഹൃദയത്തിൽ നിറയെ ഈശോയുടെ വചനങ്ങളുണ്ട്, കണ്ണിൽ ഈശോയുടെ രൂപം, നെഞ്ചിൽ ഈശോയുടെ സ്നേഹം. അപ്പോൾ ഈശോ പറഞ്ഞു, വാ ഇനി നമുക്ക് ഒന്നുകൂടെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒന്നുകൂടെ ഈശോ പറഞ്ഞതനുസരിച്ച്, അപ്പോൾ കണ്ടു, കേട്ടു, അനുസരിച്ചു. അപ്പോൾ വഞ്ചി നിറയെ മീൻ, വല നിറയെ മീൻ, ഹൃദയം നിറയെ സന്തോഷം. മൊത്തം ആകെ ഒരു ഓണം മൂടാണ്. കൈയടിച്ച് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? എന്ത് മൂടാണെന്ന് ചോദിച്ചാൽ ഓണം മൊത്തം ഒരു വൈബാണ്, ഓണം വൈബാണ്. അപ്പോൾ വഞ്ചി നിറയെ വല നിറയെ. എങ്ങനെയാണ് ഈ മൂടുണ്ടായത്? ഈ മൂഡ് ചേഞ്ച് എങ്ങനെ വന്നതാണ്? ഈ മൂഡ് ചേഞ്ച് വചനം നിറഞ്ഞത് കൊണ്ട് വന്നതാണ്. പൂക്കളം ഇട്ടത് കൊണ്ട് വന്നതല്ല, മാവേലിനെ കണ്ടതുകൊണ്ട് വന്ന മൂടല്ല. ഇത് വചനം നിറഞ്ഞത് കൊണ്ടും ഈശോ ഹൃദയത്തിൽ നിറഞ്ഞതുകൊണ്ടും ഈശോയെ കേട്ടതുകൊണ്ടും ഈശോയെ അനുസരിച്ചത് കൊണ്ടും അവരുടെ മൂഡ് മാറി. അവരുടെ മൂഡ് ഒരു സ്വർഗീയമായ മൂഡായിട്ട് മാറി. അവരുടെ വൈബ് ഒരു ഡിവൈൻ വൈബായിട്ട് മാറി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ നമ്മളുടെ മൂഡ് മാറണമെങ്കിൽ എന്ത് വേണം? ഈശോ നിറയണം, വചനം നിറയണം, ഈശോയെ കാണണം, ഈശോയെ കേൾക്കണം, എല്ലാറ്റിനും ഉപരി ഈശോയെ അനുസരിക്കണം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ പ്രഭാതത്തിൽ ഈശോ നമ്മെ
അടിമുടി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ കടന്നു വരുന്നതിന് മുൻപ്, ഈശോ കടന്നു വന്നതിന് ശേഷം. നമുക്ക് അനുദപിക്കാനുള്ളൊരു മേഖല ഈശോ കടന്നു വന്നതിന് ശേഷവും എൻ്റെ ജീവിതം, ഞാൻ ഈശോയെ കണ്ടു, ഈശോയെ കേട്ടു, എങ്കിലും ഈശോ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ ജീവിതം ഇപ്പോഴും ആ മത്സ്യസമൃദ്ധി, ജീവൻ്റെ സമൃദ്ധി ആസ്വദിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന്. നമുക്ക് അനുദപിച്ചുകൊണ്ട്, കർത്താവേ, നീ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയ നൗകയെ, ജീവിത നൗകയെ വചനം കൊണ്ട് നിറയ്ക്കണമേ. വീണ്ടും വീണ്ടും കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും നവീകരിക്കണമേ. ഒരിക്കൽ നവീകരിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും നവീകരിക്കണമേ. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ,